മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രൻ അലീനെ അടുത്ത് സംസാരിക്കുമ്പം രോഹിത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അച്ഛൻ എന്തായാലും പ്രിൻസിപ്പളായിട്ടൊന്ന് സംസാരിച്ച് നോക്ക്. ഇത്രയും വർഷം അവൻ്റെ കളയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടല്ലേ, അതുകൊണ്ട് ഒന്ന് പ്രിൻസിപ്പാളായിട്ട് സംസാരിച്ച് നോക്കും, അതിന് ശേഷം രോഗത്തിലായിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയാണ്. അങ്ങനെ ബാലചന്ദ്രൻ അതിൻ്റെ സമ്മതിക്കുന്നുണ്ട്. ഇന്ന് തന്നെ പോണേന്ന് അലീന പറഞ്ഞു വിടുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇന്ന് തന്നെ പോകാം, ഇനി വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തമാശയായിട്ട്. അപ്പം അലീന പറയാണ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും പോയി പ്രിൻസിപ്പാളിനെയൊക്കെ കാണാം മോളെ എന്ന് ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അങ്ങ് പോവുകയാണ്. അപ്പം അലീനയ്ക്ക് ഒരു ആശ്വാസമൊക്കെ ആവുന്നുണ്ട്. രോഹിത്തിൻ്റെ കാര്യം കൂടെ എന്തെങ്കിലുമൊക്കെ ആയ രോഹിത്ത് പഴയതുപോലെ കോളേജിലൊക്കെ പോയി തുടങ്ങിയ എല്ലാം പഴയതുപോലെ ആവുമെന്നുള്ളൊരു ആശ്വാസമൊക്കെ അലീനയ്ക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ പ്രിൻസിപ്പാളിനെ കാണാൻ പോവുകയാണ്. അവിടെ ചെല്ലുമ്പം തന്നെ ബാലചന്ദ്രനെ കാണുമ്പോൾ തന്നെ പ്രിൻസിപ്പാളിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ്റെ അടുത്ത് പ്രിൻസിപ്പാൾ എന്തിനാ വന്നേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് രോഹിത്തിൻ്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നതിനെക്കുറിച്ച് ചോദിക്കാനാണെന്ന് പറയാണ്. അപ്പം ഉടനെ തന്നെ പ്രിൻസിപ്പൾ പറയാണ് അതിനിവിടെ നടക്കത്തില്ല, ഈ കോളേജ് രോഹിത്തിന് ഇനി പഠിക്കാൻ പറ്റത്തില്ല, ഇത്രയും പ്രശ്നവും കേസും ഒക്കെ ഉള്ള ഒരു കുട്ടിയെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പ്രിൻസിപ്പൾ പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് കോടതി അവനെ വെറുതെ വിട്ടല്ലോ, അവൻ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞുകൊണ്ടല്ലേ അവനെ കോടതി വെറുതെ വിട്ടത്, പിന്നെ കോളേജിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൾ പറയാണ് കോടതി അങ്ങനെ പറഞ്ഞെങ്കിലും രോഹിത്തിൻ്റെ കേസ് ഈ നാട് മൊത്തം ഒന്നായി ചർച്ച ചെയ്ത കാര്യമാണ്, പിന്നെ ഇനി ആ കുട്ടിയെ ഇവിടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ തന്നെ മങ്ങുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് ഇങ്ങനൊരു സംഭവത്തിൽ അകപ്പെട്ട പോയ ഒരു കുട്ടിയെ പിന്നെ എന്തു ചെയ്യണമായിരുന്നു, എല്ലാവരും കൂടെ തഴഞ്ഞ് പഴയ ആ കുഴിയിലേക്ക് തന്നെ തള്ളി വീണമെന്നാണ് സാറ് പറയുന്നത്, അവൻ എല്ലാം തിരുത്തി പഴയതുപോലെ ഇനി ഒരു ചീത്ത കുട്ടിലും അകപ്പെടാതെ നന്നായി പഠിച്ചോളും സാർ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം പ്രിൻസിപ്പാൾ പറയുന്നുണ്ട് അതിവിടെ നടക്കത്തില്ല, ബാലചന്ദ്രനൊന്നും തോന്നല്ലേ, ഇനി ആ രോഹിത്തിനെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പല അബദ്ധങ്ങളും പറ്റും, അങ്ങനെ പറ്റുന്ന കുട്ടികളെ പിന്നെ നിങ്ങൾ തഴയുകയാണോ ചെയ്യുന്നത്, അങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് പറയാണ്. സാറും ഇപ്പം അത് തന്നെയല്ലേ ചെയ്യുന്നത്, അവനെ കൈ പിടിച്ച് കയറ്റി അവനെ മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ ഇപ്പം വേണ്ടുന്നത്, അല്ലാതെ നിങ്ങളെല്ലാവരും കൂടെ തള്ളി അവനെ വീണ്ടും ചെളിക്കുണ്ടിലേക്ക് ഇടുകയാണോ ചെയ്യുന്നതെന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പം പ്രിൻസിപ്പൾ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇനി രോഹിത്തിനെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, അത് മാനേജ്മെൻറ്റോട് കൂട്ടായി എടുത്ത തീരുമാനമാണെന്ന് പറയാണ്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ കുറേ സംസാരിച്ച് നോക്കുന്നുണ്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. ബാലചന്ദ്രൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, രോഹിത്തിന് ആ കോളേജിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പ്രിൻസിപ്പൾ തറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ ഭയങ്കര വിഷമത്തോടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കോളേജിൽ നിന്ന്. അപ്പം വീട്ടിലാണെങ്കിൽ അലീനയ്ക്ക് ഇച്ചിരി പനിയൊക്കെ കുറഞ്ഞ് കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അലീനയാണെങ്കിൽ ബാലചന്ദ്രൻ വരുന്നതും കാത്തിരിക്കുകയാണ്. രോഹിത്തിൻ്റെ കോളേജിൽ പോയി കാണും, അവിടെ പ്രിൻസിപ്പളായിട്ട് സംസാരിച്ച് കാണുമല്ലോ, അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ബാലചന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. ബാലചന്ദ്രൻ വരുമ്പോൾ ഉടനെ ചോദിക്കുന്നുണ്ട് മോള് കുളിക്കുകയൊക്കെ ചെയ്തോ, പനിയൊക്കെ കുറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. പനിയൊക്കെ കുറഞ്ഞ വെച്ചാൽ അപ്പം എനിക്ക് കുളിക്കാൻ തോന്നി, അങ്ങനെ ഞാനങ്ങ് കുളിച്ച്, അച്ഛൻ കോളേജിൽ പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് പോയി എന്ത് പറഞ്ഞ് പ്രിൻസിപ്പളിന്ന് അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ പറയാണ് നമ്മൾ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ അത്ര പെട്ടെന്നൊന്നും നടക്കത്തില്ല മോളെ, ഞാൻ പോകുന്നതിന് മുമ്പേ മോളടുത്ത് പറഞ്ഞില്ലേ, അതങ്ങനെ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല, ബബിത കോളേജിൽ പോയ പോലെ ഒന്നും അല്ല രോഹിത്തിൻ്റെ കാര്യം, അതിച്ചിരി പാടാ, അച്ഛൻ കാര്യം പറ, പ്രിൻസിപ്പൾ എന്ത് പറഞ്ഞെന്നാ അച്ഛൻ പറയുന്നത്, അത് ബാലചന്ദ്രൻ പറയണ അത് പ്രിൻസിപ്പൾ പറഞ്ഞ് രോഹിത്തിനെ ഇനി അവിടെ പഠിക്കാൻ സമ്മതിക്കത്തില്ല, അവിടെ ഇനി പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പം അലീന ചോദിക്കുകയാണ് അതിന് കാരണം അവരെന്താ വെച്ചാൽ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അത് ഇനി രോഹിത്തിനെ അവിടെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ മങ്ങുമെന്ന്, മാത്രമല്ല മാനേജ്മെൻറ്റ് മൊത്തമായി തീരുമാനിച്ചതാണെന്ന് ഇനി രോഹിത്തിനെ അവിടെ പഠിപ്പിക്കേണ്ട എന്നുള്ള കാര്യം, പിന്നെ ബാക്കിയുള്ള കുട്ടികൾക്ക് ഇത് ഒരു പാഠം കൂടെ ആവട്ടെ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് അപ്പം അലീന പറയുന്നുണ്ട് അച്ഛന് പറയാൻ എന്തായിരുന്ന രോഹിത്തിനെ വെറുതെ വിട്ട് രോഹിത്ത് കുറ്റമൊന്നും ചെയ്തില്ല എന്നുള്ള കാര്യമൊക്കെ അവരുടെ അടുത്ത് പറയാൻ എന്താന്ന് അലീന ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് അവർക്ക് എല്ലാ കാര്യവും അറിയാം, പത്രത്തിലും ടി വിയിലൊക്കെ ന്യൂസ് വന്നേലേ, കാര്യങ്ങളൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം, എന്നാലും രോഹിത്തിനെ അവിടെ പഠിക്കാൻ അവർ സമ്മതിക്കത്തില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കാളും എനിക്ക് ഭയങ്കര വിഷമം
വിഷമം വരുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് ഇനി എന്ത് ചെയ്യാൻ, ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പം അലീന പറയാണ് അച്ഛാ അങ്ങനെ നമുക്ക് രോഗത്തിന് അങ്ങനെ കൈ ഒഴിയാൻ പറ്റുമോ, പറ്റത്തില്ല. അവൻ ഇപ്പോൾ പഴയതുപോലെ പതുക്കെ പതുക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവനെ അങ്ങനെ പെട്ടെന്ന് തഴഞ്ഞു കളയാൻ പറ്റത്തില്ല അച്ഛാ എന്ന് പറയുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് നമുക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും മോളെ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരോട് പോയി സംസാരിക്കാനല്ലേ പറ്റത്തുള്ളൂ. അത് സംസാരിച്ച് അവർ അതിന് തയ്യാറല്ലെന്നും പറഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഭയങ്കര വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അലീന ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പം അതിനുശേഷം ബാലചന്ദ്രൻ മുറിയിൽ പോയി ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് രോഹിത് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. രോഹിത്താണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. കോളേജിൽ പോയ അച്ഛൻ അന്വേഷിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ രോഹിത്താണെങ്കിൽ നേരെ ബാലചന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. അപ്പം ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അച്ഛൻ കോളേജിൽ പോയപ്പോൾ പ്രിൻസിപ്പൾ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ നല്ല വിഷമാവുന്നുണ്ട്. ബാലചന്ദ്രൻ പറയാണ് അത് അവർ നിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും തിരിച്ചെടുക്കാൻ അവർ തയ്യാറാവത്തില്ല. കുറേ സംസാരിച്ച് നോക്കി, മാനേജ്മെൻറ്റ് എല്ലാവരും കൂടെ എടുത്ത തീരുമാനമാണെന്ന്. നിന്നെ ഇനി അവിടെ പഠിത്തം കണ്ടിന്യൂ ചെയ്യേണ്ടെന്നാണ് അവരുടെ തീരുമാനമെന്ന് എന്നെ അറിയിച്ചെന്ന് പറയാണ്. അപ്പം രോഹിത്തിന് ഭയങ്കര വിഷമമാവുന്നുണ്ട്. അപ്പം രോഹിത് പറയുന്നുണ്ട് അച്ഛൻ ഇനി അവരോട് സംസാരിക്കാനൊന്നും പോകണ്ട, ഞാനിനി കോളേജിൽ പോകുന്നില്ല. അപ്പം ബാലചന്ദ്രൻ ചോദിക്കുകയാണ് നീ പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത് എന്നും, ഇങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ, പറ്റത്തില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് ബാലചന്ദ്രൻ രോഹിത്തിനോട് ആശ്വസിപ്പിക്കുന്നുണ്ട്. രോഹിത്തിന് നല്ല വിഷമമുണ്ട്. നീ വിഷമിക്കേണ്ടടാ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് രോഹിത്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രോഹിത്താണെങ്കിൽ ഭയങ്കര വിഷമത്തോടെ മുറിയിൽ പുറത്ത് വന്ന് നിന്ന് ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആകപ്പാടെ എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. രോഹിത്തിനെ കോളേജിൽ തിരിച്ചെടുക്കത്തില്ല എന്നുള്ള കാര്യം അങ്ങനെ എല്ലാവരും അറിയാണ്. അങ്ങനെ അലീനയ്ക്കും രോഹിത്തിനും ബാലചന്ദ്രനും എല്ലാം ആകപ്പാടെ വിഷമമാണ്. ഈ സമയത്ത് വൈജ മുറിയിൽ തന്നെ ഇരിപ്പാണ്. വൈജേൻ്റെ മുറിയിൽ തന്നെ ഇരുന്ന് ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. മക്കളെല്ലാവരും അലീനയുടെ സൈഡിലോട്ട് പോയി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. കാരണം തന്നോടാരും മുന്നേ മിണ്ടാനും വരുന്നില്ല. ഇനി അങ്ങോട്ട് മിണ്ടിയാലും അവരോരോന്നും പറഞ്ഞ് വൈജയെടുത്ത് വഴക്കിടിയാണെന്നും വൈജയ്ക്ക് മനസ്സിലാവുകയാണ്. തൻ്റെ സൈഡിൽ അവിടെ ആരും ഇല്ലെന്ന് മനസ്സിലാവുകയാണ്. താൻ ആ വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും വൈജയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ വൈജ ബാലചന്ദ്രനോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വൈജ വന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് പറയാണ് എനിക്ക് ബാലചന്ദ്രനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് എന്താ സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുകയാണ്. അത് എനിക്ക് ഈ വീട്ടിൽ ഇങ്ങനെ പേയിങ് ഗസ്റ്റ് പോലെ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, അന്യരെ പോലെ ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. ഈ വീട്ടിൽ എല്ലാവരും ഇപ്പം അവളുടെ പക്ഷത്താണ്, അവളുടെ പക്ഷത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അങ്ങനെ വെറും പേയിങ് ഗസ്റ്റായിട്ട് എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്കാണെങ്കിൽ താമസിക്കാനാണെങ്കിൽ വേറെ വീടെടുത്ത് താമസിക്കാൻ ഉദ്ദേശിച്ചതാണ്. എൻ്റെ ആങ്ങളമാരെല്ലാവരും കൂടെ കൊണ്ടുവന്ന് എന്നെ ഇവിടെ തെള്ളിയതാണ്. എന്നെ അങ്ങനെ ആരും തോൽപ്പിക്കാനൊന്നും വിചാരിക്കേണ്ട. ഞാൻ ലക്ഷത്തിന് മുകളിൽ ശമ്പളം വാങ്ങിക്കുന്ന ഒരു ബാങ്ക് ജോലിക്കാരിയാണ്, അത് ആരും മറക്കണ്ട. മാത്രമല്ല എനിക്ക് ആവശ്യത്തിന് സ്വത്തും പണവും എല്ലാം ഉണ്ടെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയാണ് അത് ശരിയാ, നിനക്ക് എല്ലാ ആവശ്യത്തിന് കൂടുതലുണ്ട്. 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിനക്ക് കുറവായിട്ടുള്ളത്: മനുഷ്യത്വം, സ്നേഹം, അനുകമ്പ. ഇത് 3 നിനക്കില്ല, ബാക്കിയെല്ലാം നിനക്ക് അധികമാണ്. ആവശ്യമുള്ള കാര്യങ്ങളൊന്നും നിനക്ക് ഇല്ല, ബാക്കിയെല്ലാം അധികമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ വൈജയോട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വൈജയ്ക്ക് ആകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. വൈജ പറയാണ് എനിക്കില്ലെങ്കിൽ ഇവിടുത്തെ വേലക്കാരിക്കുണ്ടല്ലോ, വേലക്കാരി എല്ലാവർക്കും ഇഷ്ടം പോലെ തരുന്നുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് അതിനെന്താ സംശയം, അവൾക്ക് എല്ലാവരോടും സ്നേഹവും അനുകമ്പയും മനുഷ്യത്വവും എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് വയ്യാതെ കിടന്ന നിൻ്റെ മോനെ ഈ ഒരു പരുവത്തിലേക്ക് അവളാക്കിക്കൊണ്ട് വന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജ പറയാണ് പിന്നെ അവൾ എന്ത് ചെയ്തിട്ടാണ് എൻ്റെ മോനെ പഴയ നിലയിലേക്ക് കൊണ്ടുവന്നത്? അവന് പനി വന്നപ്പോൾ അവളൊന്ന് നോക്കി, അല്ലാതെ എന്ത് ചെയ്തെന്നാണ് നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് അവളെ ഇത്രയും പൊക്കിക്കൊണ്ട് നടക്കാനെന്നും പറഞ്ഞുകൊണ്ട് വൈജ ബാലചന്ദ്രനോട് ഭയങ്കര വഴക്കുണ്ടാവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് എനിക്ക് നിന്നോട് ഒരു തരത്തിൽ സംസാരിക്കാൻ താല്പര്യമില്ല, ഇങ്ങോട്ട് വന്ന് വഴക്കിടാൻ വരാതിരുന്നാൽ മതി, ഇങ്ങോട്ട് വന്ന് സംസാരിക്കാതിരുന്നാൽ മതി എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പം വൈജ പറയാണ് അങ്ങനെ സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ബാലചന്ദ്രനോട് ഒരു കാര്യം ചോദിക്കാൻ, ബാലചന്ദ്രൻ എന്നെ പഴയതുപോലെ ഭാര്യയായിട്ട് കാണാനും ബാലചന്ദ്രന് എൻ്റെ ഭർത്താവായിട്ട് തുടരാനും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ ഇങ്ങനെ ദേഷ്യം നിൽക്കുകയാണ്.